അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ഒപ്പീനിയൻ പറയുള്ളൂ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഹസാം വളരെ മോശമായിട്ടാണ് ഡിഗ്രേഡ് കൊടുത്തിരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? ബാഡ് ബോയ്സിന്റെ സത്യം പറഞ്ഞാൽ ആ പടം നല്ല ഫണ്ണായിട്ടാണുള്ളത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ആക്കണോ? അയ്യോ സത്യം. സത്യം പറഞ്ഞാൽ ഉമർ പറഞ്ഞ മതി, സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ശസാണ്. എന്നിട്ട് എന്തിനും ഇങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിച്ചാൽ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എല്ലാം പുച്ഛാണ് ശസാമിന്. സത്യം പറഞ്ഞാൽ എല്ലാം പുച്ഛാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്നെ ഒരു ചൊക്കിടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയതല്ലേ. എങ്ങനെ അളിനാഥ് ഒന്നുകൂടി പറഞ്ഞേ. എന്നെ ഒരു ചൊക്കിടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയതല്ലേ ഷസാമ്. സത്യം പറഞ്ഞാല് എന്താ പറഞ്ഞത്, ഷസാമ് അന്നൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വേണ്ട. സത്യം പറഞ്ഞാൽ ഈ ഉമർ ലുലു ഒക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു പടം ഇറക്കുന്നത്. അപ്പൊ എനിക്ക് ചാൻസ് തന്നോ അതൊന്നല്ല, പക്ഷെ എനിക്ക് ചാൻസ് തന്നോ അതൊന്നല്ല, പക്ഷെ നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. പക്ഷെ നാളെ ഞാൻ ഇദ്ദേഹത്തിന്റെ പടത്തില് വരും. അതിനൊന്നുമില്ലേ? അപ്പോഴേട്ടൻ നീ ഇതേമാതിരി ഡീഗ്രേഡ് ചെയ്യും, നിന്നെ ഞാനൊന്ന് ഡീഗ്രേഡ് ചെയ്യും ഷസാമെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്തായാലും ഇതില് ഞാൻ ഉമർ ലുലുവിന്റെ കൂടെ സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. അത് സ്വന്തമായിട്ട് ഇതാക്കണേ. എല്ലാം പുച്ഛവും ഡീഗ്രേഡും മാത്രമേ. സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പടം ചെയ്യുന്നിട്ട് കാണിക്കും. എടാ, നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ഇവൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരുടെയും കോഴ്സ് നേരത്തെ പൂർത്തിയാകും. നീ ആ കയ്യങ്ങട് തന്നെ. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. നീ ബാഗ് എടുത്തോ, ഇവിടെ ഒരു ജാലിയൻ വാലാബാഗ് സൃഷ്ടിക്കണ്ട. വാ, നമുക്ക് ദണ്ഡി യാത്രയ്ക്ക് പോകാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.